എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹെയർ ഗ്രോ ചലഞ്ചിൻ്റെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹെയർ സ്പ്രേ ആണ്. എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഹെയർ സ്പ്രേ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ സ്പ്രേ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കതിന് ആദ്യം വേണ്ടത് ഉലുവയാണ്. അപ്പോൾ നമുക്ക് എത്ര ഉലുവ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്നുകിൽ 1 ടീസ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂണോളം ഉലുവ നമുക്ക് എടുക്കാം. കാരണം ഉലുവ നമ്മൾ മുടിയിൽ ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതിപ്പോൾ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി വളരാനും എല്ലാത്തിനും വളരെ നല്ലതാണ് നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം നമ്മൾ ഉലുവ എടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം രാത്രി നമ്മൾ വെള്ളം ഒഴിച്ച് അത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് മോർണിംഗ് അതിൻ്റെ കുതിർന്ന് വന്ന ആ ഒരു വെള്ളം മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അളവ് ഇപ്പോൾ 2 ടീസ്പൂണാണ് ഇടുന്നതെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കാനായിട്ട് നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരണം. അതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ഇട്ട് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് കുട്ടികൾക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതുള്ളൂ. കാരണം ഒത്തിരി പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനാണെങ്കിലും എല്ലാത്തിനും വളരെ നല്ലതാണ്. നമ്മൾ ഈ ഒരു ഫെനുഗ്രീക്ക് ഹെയർ സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഉലുവയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പം നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഉലുവ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് വെള്ളം മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അതിൽ ഉലുവ കിടന്നു എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അരിപ്പ് വെച്ച് നമുക്ക് ഈ ഒരു വെള്ളം നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു വെള്ളം മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഏത് ഏജിലുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു കുഴപ്പവും നമ്മുടെ മുടിക്ക് ഡാമേജ് ഒന്നും തന്നെ നമുക്ക് മുടിക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് വെള്ളം മാത്രം നമ്മളതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നതിനും മുന്നായിട്ട് മുടിയിലെ ജട കംപ്ലീറ്റ് കളഞ്ഞിരിക്കണം. ഇപ്പോൾ എൻ്റെ മുടിയിൽ നന്നായിട്ട് ഓയിലുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഓയിൽ ഞാൻ മുടിയിൽ നിന്ന് കഴുകി കളഞ്ഞിട്ടില്ല. ഇനി നമുക്കിനി ഇത് നമ്മുടെ സ്കാൽപ്പിലേക്കും അതുപോലെ തന്നെ മുടിയിലേക്കും നന്നായിട്ട് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ആകുന്ന രീതിയിൽ തന്നെ വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊരു 30 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 20 തൊട്ട് 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഷാമ്പു യൂസ് ചെയ്യണം. കാരണം ഈ ഒരു ഉലുവയുടെ ഇതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. ഷാമ്പു യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. താളി ഉപയോഗിച്ച് കഴിഞ്ഞാലും മതി. അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് നമ്മൾ ഈ ഒരു ഫെനുഗ്രീക്ക് ഹെയർ സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഒത്തിരി അധികം ബെനഫിറ്റ് ഉണ്ട് നമ്മളിത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആഴ്ചയിലൊരു 3 4 തവണ വെച്ചൊക്കെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് അത്രയ്ക്കും നല്ലതാണ്. നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഒരു 3 തൊട്ട് 4 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു 4 ദിവസം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയ്ക്കും നമുക്കതൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ചെല്ലുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഒന്നുമല്ല നമ്മൾ കാലത്ത് എടുത്തിട്ട് അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് മുടി നന്നായിട്ട് ചീകി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ അവർ സ്പ്രേ ചെയ്തത് മുടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തും.
എന്നിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമ്മളിതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമായിട്ട് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ മുടി ഒഴിച്ചിലൊക്കെ കുറയുള്ളൂ. വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ സ്പ്രേ ആണ്. എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു ഹെയർ സ്പ്രേ ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഈ ഒരു മെത്തേഡ് അത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എങ്കിലാണ് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.